വയനാട് ചുരത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ വ്യൂ ഏതാണെന്ന് ഒന്ന് പറയാമോ? ഹരിതാഭ സൗന്ദര്യത്തിലെ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പ്രകൃതിക്ക് നടുവിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ഇത് എന്താണെന്ന് വെച്ചാൽ മർക്കസ് നോളജ് സിറ്റിയിലെ പള്ളിയുടേതാണ്. പേരാണ് ജാമിൽ ഫത്താഹ്. ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നും ഷഹ്റെ മുബാറക് ഗ്രാൻഡ് മോസ്ക് എന്നും അറിയപ്പെടുന്ന ജാമിൽ ഫത്താഹ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കേരള സംസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിലെ മർക്കസ് കോളേജ് സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഷാഫി സുന്നി പള്ളിയാണിത്. ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദാണ് ഇതിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ നമ്മൾ അറിയപ്പെടുന്ന പേര് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. ഹിപ്പോസ്റ്റൈൽ ലേഔട്ടാണ് പള്ളിക്ക്. ഒരു സർക്കുലർ ഡിസൈനിന്റെ ഉള്ളിലാണ് പള്ളി നിലകൊള്ളുന്നത്. കുറച്ച് സമയം ചുറ്റിലും കാണാനായിട്ട് ഒന്നെങ്കിൽ കാൽനട അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം വാഹനം, അതുമല്ലെങ്കിൽ ചുറ്റിലുള്ള ഏതെങ്കിലും ഒരു സർവീസോ യൂസ് ആക്കാം കേട്ടോ. പിന്നെ ഒരു കുതിരസവാരിയും കൂടി പാസ്സാക്കാൻ പറ്റും. എന്തായാലും ഇവിടെ ഇതെല്ലാം കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ യാത്രയിൽ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമാണുള്ളത് അല്ലെ? 7 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച പള്ളിയിൽ ഒരേ സമയം 25,000 ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പള്ളിയുടെ ഉള്ളിലോട്ട് കയറാനായിട്ട് 10 കവാടങ്ങളാണ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലെ അധികം ആർക്കിടെക്ചറൽ വർക്കും മരം കൊണ്ടുള്ളതാണ്. പള്ളിയുടെ ഉള്ളിൽ ഒരുപാട് കാലിഗ്രാഫി വർക്കും കാണാം. പള്ളി പരിപാലനത്തിനായി 50-ലേറെ ജോലിക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. പള്ളിയുടെ ഉള്ളിൽ 4 ഭീമൻ തൂണുകളാണുള്ളത്. ഓരോ തൂണിലും ഓരോ ഇമാമിന്റെ നാമവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും മുകളിൽ വെച്ചാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കാറുള്ളത്. പള്ളിയുടെ ഉൾഭാഗത്ത് നിന്ന് പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ചുറ്റും മലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കാലാവസ്ഥ കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും ആർക്കിടെക്ചർ വർക്ക് കൊണ്ടും പള്ളി കാണുന്നവരുടെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം പിടിക്കും കേട്ടോ. പിന്നെ പള്ളിയുടെ ഗേറ്റിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഗേറ്റാണ് വരുന്നത്. അതിലെ മെയിൻ ഗേറ്റ് വരുന്നത് മക്ക ഗേറ്റ് ആണ്. പിന്നെ മദീന ഗേറ്റ്, ഷാമി ഗേറ്റ്, യമാനി ഗേറ്റ്. പുറമെ പോലെ തന്നെ പള്ളിയുടെ ഉൾഭാഗം വളരെ മനോഹരമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളും താല്പര്യത്തോടെ പോയതായിരുന്നു. നിർഭാഗ്യവശാൽ പോയ സമയത്തൊന്നും കാണാനായിട്ട് പറ്റിയതുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഏത് സമയത്ത് ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾക്ക് ലഭിച്ച അറിവ് വെച്ച പ്രകാരം ഞങ്ങൾ പോയതായിരുന്നു. ബട്ട് 2 തവണ പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ പള്ളി മാത്രമല്ല, ഹോട്ടലിൽ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റല്, എഡ്യൂക്കേഷൻ പർപ്പസ്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പം വിസിറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പേജ് സപ്പോർട്ട് ചെയ്ത് ഫോളോ ആക്കാം കേട്ടോ.